السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد وبارك وسلم صلاة وسلاما عليك يا سيدنا يا رسول الله സല്ലല്ലാഹു തആല അലൈഹി വസല്ലം. സ്നേഹാദരവും ബഹുമാനവും നിറഞ്ഞ സയ്യിദ് അവറുകൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മുതഅല്ലിമീങ്ങൾ, അജ്മീർ ചിസ്തിയ മജ്ലിസിന്റെ സ്നേഹനിധികൾ, ഉമ്മപെങ്ങന്മാർ, മാസം തോറും നടത്തി വരാറുള്ള അതിമഹത്തായ ചിസ്തിയ മജ്ലിസിന്റെ ഈ റമളാൻ ഷരീഫിന്റെ അതിമഹത്വമേറിയ മജ്ലിസിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയത്. റഹ്മത്ത് ആദ്യത്തെ 10 നമ്മിൽ നിന്ന് വിട പറയുകയും കേവലം നിമിഷം കൊണ്ട് മഗ്ഫിറത്തിന്റെ 10 നമ്മിലേക്ക് വന്നെത്തുകയാണ്. അതിന്റെ മുമ്പിൽ നമുക്ക് ഈ മഹത്തായ മജ്ലിസ് പിരിയലോട് കൂടെ നോമ്പ് തുറക്കലിന് വേണ്ടിയിട്ടാണ് തൊട്ടപ്പുറത്തുള്ള ഗ്രൗണ്ട് സൗകര്യപ്പെടുത്തിയത്. വാഹനം പാർക്ക് ചെയ്തവർ ദയവ് ചെയ്ത് ആ വാഹനത്തെ ആ സ്ഥലത്ത് നിന്ന് മാറ്റി അങ്ങോട്ട് പാർക്ക് ചെയ്യണമെന്ന് താഴ്മയോടുകൂടെ അറിയിക്കുന്നു. റഹ്മത്ത് കാരുണ്യ പ്രവർത്തനം ധാരാളം ചെയ്യുന്നവരാണ് നമ്മുടെ പ്രസ്ഥാന നേതാക്കളും പ്രവർത്തകരും സംഘാടകരും സംഘകുടുംബങ്ങളും. ഈ റഹ്മത്തിന്റെ പത്തിൽ അതുപോലെയുള്ള ധാരാളം റഹ്മത്ത് കാരുണ്യം ചെയ്താലേ മഗ്ഫിറത്ത് നമുക്ക് കിട്ടുകയുള്ളൂ. മഗ്ഫിറത്തിലേക്ക് പോകുമ്പോൾ റഹ്മത്ത് ധാരാളം ചെയ്ത് റഹ്മത്ത് ഏറ്റുവാങ്ങി മഗ്ഫിറത്തിലേക്ക് കടന്നുപോയാൽ ധാരാളം റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് മഗ്ഫിറത്ത് പശ്ചാത്താപം ചെയ്താലേ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ ആ ലിസ്റ്റിലേക്കും നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഈ റഹ്മത്തിന്റെ പത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് മാസത്തിന്റെ ഡേറ്റുകളും നാളുകളും ധാരാളം അറിവുണ്ട്. അറബി മാസത്തിൽ ഉള്ള ഒരു മാസമാണ് പരിശുദ്ധ റമളാൻ. നോമ്പ് എത്രയായി ഇങ്ങനെ നാളുകൾ എണ്ണി ഉരുട്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് നാം. അതേ സ്ഥാനത്ത് 5:35 ഫവറല്ല 5:36 ഓരോ നിമിഷങ്ങളും സമയങ്ങളും കൂടുതൽ ഫവറുള്ള പ്രതീപരമുള്ള ഈ സമയങ്ങൾ നാം അറിയാതെ നമ്മിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. നമുക്ക് എപ്പോഴാണ് നോമ്പ് തുറണ്ടാവുക, ഇനി എത്ര മണിക്കൂറുണ്ട്, എത്ര നോമ്പാ, ഇത് മാത്രം എണ്ണി നമ്മുടെ ആയുസ്സുകൾ ചുരുക്കുമ്പോൾ എന്റെ സുഹൃത്തുക്കളെ ഞാൻ അടക്കം പരിശുദ്ധ റമളാൻ ഷരീഫ് അടുത്ത റമളാനിൽ നാം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ റമളാൻ ഷരീഫിൽ നമ്മോടുകൂടെ ഉണ്ട് പല ആൾക്കാരും ഈ ലോകവുമായി വിട പറഞ്ഞവരാണ്. 6 അടി മണ്ണിലാണ് ഇപ്പോൾ അവർ താമസിക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള സമയങ്ങൾ മുഴുവൻ എന്ന് പറയുന്ന ഒരു മിനിറ്റ് നഷ്ടപ്പെട്ടാൽ കോടികൾ മുടക്കിയാൽ ആ സമയം നമുക്ക് തിരിച്ചെടുക്കാൻ സാധ്യമല്ല. 24 മണിക്കൂറിൽ 8 മണിക്കൂർ ഉറക്ക്, 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ ഇബാദത്ത്, 8 24 ഈ സമയത്തിന് പൂർണ്ണമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഇബാദത്ത് എടുത്ത് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി സമയം മുഴുവനും നഷ്ടപ്പെടുത്താതെ വളരെ സൂക്ഷ്മതയോടെ ജാഗ്രതയോടുകൂടെ മുന്നേറണമെന്ന് ഈ സമയത്തിൽ മജ്ലിസിന് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സമയം വൈകിയത് കൊണ്ട് ഞാനൊന്നും നീട്ടാൻ പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്കൊരു ബുർദ ടീം കഴിഞ്ഞു. ഇനി നമുക്കൊരു ഉത്ബോധനമുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ മജ്ലിസ് വളരെ ഭംഗിയായി നടക്കും. ധാരാളം ആൾക്കാർ ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. ഈ നാട്ടിന്റെ ആളല്ല, പല നാട്ടിൽ നിന്നും ഫോൺ മൂലം ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് എന്നെ വിവരം അറിയിച്ചിട്ടുണ്ട്. വരാൻ പ്രയാസമുള്ളവരുണ്ട്, ചൂടാണല്ലോ, വന്നവരുണ്ട്. കഴിഞ്ഞ 2-4 മജ്ലിസിന് മുമ്പ് നമ്മുടെ ഈ നഗരിന്റെ പ്രധാന കവാടത്തിൽ
അഥവാ ഈ കഞ്ഞി, ചക്കരക്കഞ്ഞി, പായസം കുടിച്ച് വന്നവരാണ് കഴിഞ്ഞ പ്രാവശ്യം. ആ കൂട്ടത്തിൽ ധാരാളം സ്ത്രീകളുണ്ടായി. ഒരു കുട്ടി പൊട്ടി പൊട്ടി കരയുന്ന രംഗമാണ് കാണാൻ സാധിച്ചത്. പായസം കുടിച്ചിട്ടുണ്ട്. ഞാൻ തങ്ങൾ ഉസ്താദിനോട് പറഞ്ഞു, എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രമായിട്ടുണ്ട് കുട്ടിന്റെ കരച്ചിൽ. അതുകൊണ്ട് ഏതായാലും ഒന്ന് തങ്ങള് അവിടുന്ന് മന്ത്രിച്ച് ഈ ചക്കര കഞ്ഞി, ഈ പായസം ഒന്ന് കൊടുക്കണമെന്ന്. അതുവരെക്കും പൊട്ടി പൊട്ടി കരഞ്ഞ ആ കുട്ടിക്ക് തങ്ങൾ ഉസ്താദ് മന്ത്രിച്ചു കൊടുത്ത ആ ശീരണി, ആ പായസം, ആ ചക്കര കഞ്ഞി അങ്ങനെ ചുണ്ടിന്റെ മുമ്പിലേക്ക് വെക്കുമ്പോൾ തന്നെ കുട്ടിയുടെ കരച്ചിൽ നിന്നു. പെണ്ണുങ്ങൾ മുഴുവനും അത്ഭുതപ്പെട്ടു പോയി. വിഷയം പറയാനുള്ള കാരണം മജ്‌ലിസാണ്. ഒന്നാമത് ബഹുമാനപ്പെട്ട സുൽത്താൻ ഹിന്ദ് ഖ്വാജ ഗരീബ് നവാസ് മുഈനുദ്ദീൻ ചിശ്തി അൽ അജ്മീരി സഞ്ചരി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് തങ്ങളുടെ പേരിൽ സംഘടിപ്പിക്കപ്പെടുന്ന മജ്‌ലിസ്, ആ അജ്മീർ ഖ്വാജയുടെ കുടുംബ പാരമ്പര്യയിൽ വന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തന മേഖലകളിലുള്ള സാദാതികളുടെ ദുആ, മന്ത്രം, അതൊക്കെ വളരെ ഫലമുള്ളതാണെന്ന് നമുക്കറിയാം. പരസ്യമായി പറയാതെ രഹസ്യമായ പല പ്രയാസങ്ങളും, ഗർഭങ്ങൾ ചുമക്കാതെ വർഷങ്ങളോളം കാത്തിരുന്നവർക്ക് നല്ല കണ്ണിന്റെ കുളിർമയാകുന്ന കുട്ടികൾ ജനിച്ച ചരിത്രം നമുക്ക് ഈ മജ്‌ലിസിൽ വന്നിട്ട് എത്രയോ ആൾക്കാർ തുറന്നു പറഞ്ഞതുണ്ട്. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കട്ടെ. നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസിൽ നമുക്ക് നേതൃത്വം നൽകി നമ്മളെ സ്നേഹപൂർവ്വം എല്ലാ വിഷയത്തിലും പുഞ്ചിരിയോടുകൂടെ സ്വീകരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജമലുല്ലൈലി തങ്ങൾ, പാത്തൂർ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനവരാണ് നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസിനെ നിയന്ത്രിക്കുന്നത്. നമുക്ക് ദുആ ചെയ്യുന്നതും അല്ലാഹു ജല്ല ജലാലുഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന ദുആ ബഹുമാനപ്പെട്ടവരിലേക്ക് ഞാൻ സ്വാഗതമായി അർപ്പിക്കുന്നു. നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസിൽ ഉദ്ബോധനം നടത്തുന്നത് മുടിപ്പു സുന്നി സംയുക്ത ജമാഅത്ത് ഇതിന്റെ പ്രസിഡന്റ്, നമ്മുടെ ആത്മീയ സുഹൃത്തുമായ ബഹുമാനപ്പെട്ട ഉമർ സഖാഫി ഉസ്താദ് തലക്കി ഉദ്ബോധനം നടത്തും. അല്ലാഹു ജല്ല ജലാലുഹു അദ്ദേഹത്തിന്റെ എല്ലാ പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകളെ ഈ റഹ്മത്തിന്റെ പത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് തീർത്തു കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ സ്ഥാപനയെ അല്ലാഹു ഉയർത്തുമാറാവട്ടെ. കഴിഞ്ഞ മുടിപ്പ് മജ്‌ലിസിൽ വെച്ച് ബഹുമാനപ്പെട്ട സർപ്പു സാദാത്ത് തങ്ങളൊക്കെ സ്വകാര്യം പറയുമ്പോൾ എന്നെ റൂമിലേക്ക് വിളിക്കും. ആ കൂട്ടത്തിൽ പറഞ്ഞു, നമ്മുടെ ആദൂരിലേക്ക് കഴിഞ്ഞ രാത്രി പിന്നെ ഉദ്ബോധനത്തിന് വേണ്ടി CM നഗർ ബദരിയ പള്ളിയുടെ മുദരീസ് മുഹീദ്ദീൻ കാമിൽ സഖാഫിയെയാണ് വിളിച്ചത്. ഞാനൊക്കെ ഒരു സാധാരണ മൈലാരാണെന്ന് കരുതി. പക്ഷേ കേൾക്കാൻ രസമില്ലെങ്കിലും പ്രസംഗത്തിന് നല്ല കടമുണ്ട്. നല്ല പ്രസംഗമാണ്. ഞാൻ കേട്ട് സന്തോഷിച്ചു പോയി, രസിച്ചു പോയി. എന്നാ പിന്നെ നമുക്ക് അടുത്ത് മുടിപ്പിലേക്ക് വിളിക്കാം എന്ന് തീരുമാനിച്ചു. അല്ലാഹു ജല്ല ജലാലുഹു ഇൽമു വർദ്ധനം ഏറ്റി കൊടുക്കുമാറാവട്ടെ. കൂടുതൽ മുത്തഅല്ലിമീങ്ങളെ സംഘടിപ്പിച്ച് നല്ല ദർസ് പുരോഗമനത്തിലേക്ക് എത്തിക്കാൻ അല്ലാഹു ജല്ല ജലാലുഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥന സ്വാഗതമായി അർപ്പിക്കുന്നു. അവിടുത്തെ CM നഗർ ബദരിയ പള്ളിയുടെ ഖതീബ് ഉസ്താദ് ബഹുമാനപ്പെട്ട ഹിമാമി സലീത്ത് സഖാഫി അല്ലാഹു ജല്ല ജലാലുഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ എന്ന ദുആ സ്വാഗതമായി അർപ്പിക്കുന്നു. നമ്മുടെ ഈ ബുറുദ ടീമിൽ സമദ് സഖാഫി മലപ്പുറം, സുബൈർ മുസ്ലിയാർ മൽഹർ, ഹനഫ് അമാനി കണ്ണൂർ, അഷ്റഫ് അമാനി കാസർഗോഡ് പോലെയുള്ള ഈ ടീമിന്റെ എല്ലാവർക്കും അല്ലാഹു ജല്ല ജലാലുഹു കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയാനും ജനങ്ങളുടെ മനസ്സ് കവർന്നെടുക്കാനും അല്ലാഹു ജല്ല ജലാലുഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന ദുആ സ്വാഗതമായി അർപ്പിക്കുന്നു. നമ്മുടെ മജ്‌ലിസിൽ ബഹുമാനപ്പെട്ട ആമിദ് സഅദി, പിന്നെ നമ്മുടെ തോട്ടാൽ സഅദി, നമ്മുടെ പ്രഗൽഭനായ നമ്മുടെ സമ്മേളനത്തിന്റെ ചെയർമാൻ മുഹമ്മദ് ഹാജി കുർനാട്, മുഹമ്മദ് ഹാജി ബാദപ്പുണി, നമ്മുടെ മജ്‌ലിസ് യജു പാർക്കിന്റെ ട്രഷറർ മുഹമ്മദ് ഹാജി പുർസംകോടി,
അടക്കമുള്ള ഇവിടെ ഒരുമിച്ച് കൂടെ മീഡിയ അടക്കമുള്ള എല്ലാവർക്കും നമ്മുടെ എന്തെങ്കിലും ഒരു പരിപാടിയിൽ രാവിലെ തന്നെ കച്ചകെട്ടി ഒരുങ്ങുന്ന അബൂക്കു ഐതകുമർ, ആഷിഖ് കുക്കാജ് അടക്കമുള്ള നിരവധി അനവധി പ്രവർത്തന ശൃംഖല നമ്മോട് കൂടെ ഉണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു ഈ റഹ്മത്തിന്റെ പത്തിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങൾ എളുപ്പത്തിലാക്കി എല്ലാ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും തീർത്തു കൊടുക്കുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും കുടുംബത്തിൽ വല്ല രോഗത്തിന്റെ ശരീരത്തിലെ അണുക്കൾ ഉണ്ടെങ്കിൽ ഡോക്ടർമാർക്ക് പിടുത്തം കിട്ടാത്തതുണ്ടെങ്കിൽ ഈ മഹത്തായ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ രോഗത്തിന്റെ അണുക്കളെ നശിപ്പിച്ച് അതിന്റെ കറകളെ നീക്കി പരിപൂർണ്ണ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അവന്റെ പൊരുത്തത്തിലായി നീട്ടിത്തരുമാറാവട്ടെ എന്ന ദുആ സ്വാഗതമായി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കിന് ഞാൻ വിരാമം കുറിക്കുന്നു. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുമ്പിലുള്ള